മയക്കുമരുന്ന് കേസ്, പെണ്ണ് കേസ്, ഇതിലെല്ലാം പെട്ടത്. ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഗോവിന്ദ മാഷ് പറയുന്നത് ഏറ്റവും വലിയ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരിക്കൽ പോലും ന്യായീകരിക്കുന്നില്ല. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പാർട്ടി മാറ്റി നിർത്തിയ ഒരാളാണ്. കാരണം വളർന്നു വന്ന ചെറുപ്പക്കാരനാണ്. കൈപ്പിഴകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ നേരിട്ട് നടത്തണം. അതിന് പാർട്ടിയല്ല ഉത്തരവാദിത്വം ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയിൽ കൊല്ലത്ത് MLA അടക്കമുള്ളവർ എന്താണ് ചെയ്തത്, ഏത് കേസിൽ? അത് പറയുന്നത് സിനിമാ താരങ്ങൾക്ക് എന്തും പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്. MLA ആണ്, സിനിമാ താരമാണെന്ന് പറഞ്ഞ് നമ്മുടെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കോ? അവർക്ക് അനുവാദം കൊടുത്തിട്ടാണ് സ്വന്തം മന്ത്രിസഭയിലുള്ള മന്ത്രി അടക്കം, മുൻ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി ഏറ്റവും കൂടുതൽ കയറിയിറങ്ങി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ വിഭാഗത്തിൽപ്പെടുത്തി കൊണ്ടുവന്ന സ്വപ്ന സുരേഷ് വളരെ പച്ചയായിട്ട് മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് നമ്മളൊക്കെ ഓർക്കുന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് അയാൾ പറഞ്ഞ ശബ്ദരേഖ പുറത്തുവിട്ടത് നമുക്ക് ഓർമ്മയില്ലേ? അയാൾ ഇരിക്കുന്നിടത്ത് ചെല്ലാൻ, റിസോർട്ടിൽ പോകാൻ എന്തൊക്കെ വാഗ്ദാനങ്ങളാ നേരത്തെ ഉണ്ടായിരുന്നത്. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ? സ്ത്രീകളോട് ഇത്രയും സഭ്യമായിട്ടാണോ പെരുമാറിയിട്ടുള്ളത്? ഇവർക്ക് എന്ത് ന്യായമാണ് നമ്മുടെ നേതാക്കന്മാരെ പറയാന്?